ഹലോ ഗൈസ്, എല്ലാവർക്കും 2015 മോഡൽ i20 എലൈറ്റിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് പ്രധാനമായിട്ടും i20 യൂസ്ഡ് കാർ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ കയ്യിലുള്ള ഈ ഒരു i20 എന്ന് പറയുന്നത് ഡീസൽ വേരിയൻറ്റിൽ വരുന്ന 2015 മോഡൽ ആസ്ത ഓപ്ഷൻ എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വില വരുന്ന ഒരു മോഡലായിട്ടുള്ള i20 ആണ് നമ്മളെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഉള്ളത്. അപ്പം ഈ ഒരു കാറിൻ്റെ ഫ്രണ്ടിൽ നിന്നും നോക്കുന്ന സമയത്ത് 2015 മറ്റുള്ള ബ്രാൻഡിലെ കാറുകളൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഒരു കാറ് വളരെയധികം പുതിയൊരു ജനറേഷൻ്റെ രീതിയിലുള്ള ഒരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ഡിസൈൻ നോക്കുമ്പോൾ ഒരു ഹാച്ച് ബാക്ക് കാർ എന്നുള്ളതിലുപരി ഒരുപാട് പല രീതിയിലുള്ള പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളും കമ്പനി ഈ ഒരു കാറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെയുള്ള ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് ബമ്പറിൻ്റെ ഭാഗത്തേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഭാഗത്തായിട്ടുള്ള ആ ഒരു ഡിസൈനൊക്കെ കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാലോജൻ ഹെഡ്ലൈറ്റാണ് വന്നിട്ടുള്ളത്. ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈനൊക്കെ വളരെയധികം അട്രാക്റ്റീവായ രീതിയിലാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇൻഡിക്കേറ്റർ ആണെങ്കിലും ഒക്കെ ഹാലോജനാണ് വന്നിട്ടുള്ളത്. ഈ ഒരു വണ്ടിയിൽ ആ ലൈറ്റ്സിൻ്റെ കാര്യത്തിൽ ചെറിയ എന്തെങ്കിലും മാറ്റമൊക്കെ കൊണ്ടുവരാമായിരുന്നു. പിന്നെ നമ്മുടെ ഡേ ടൈം റണ്ണിങ് ലാമ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയിൽ വന്നിട്ടില്ല. നമ്മൾ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ കമ്പനി കൊടുത്തിട്ടുള്ളത് അലോയ് വീലാണ്. അതായത് ആസ്ത ഓപ്ഷൻ എന്ന് പറയുന്ന മോഡലിന് അലോയ് വീലാണ് വന്നിട്ടുള്ളത്. 16 ഇഞ്ച് അലോയ് വീലാണ്. വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അലോയ് വീൽ തന്നെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടർ ലൈനൊക്കെ നോക്കുമ്പം ബാക്കിൽ നിന്നും നേരെ വന്നിട്ട് ഫ്രണ്ടിലെ ബമ്പറിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് വരെ പോയി നിൽക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ നമ്മളെ മിററിൽ അസംബിൾ ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. മിററിൻ്റെ കാര്യത്തിൽ മിററിൻ്റെ വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ യൂസബിൾ ആയിട്ടുള്ള ഒരു മിററും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മളെ ഡോർ ഹാൻഡിലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്രോം ഫിനിഷിങ്ങിലാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പുഷ് ബട്ടണും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാലും നമ്മളെ ഫ്രണ്ടിലത്തെ അതേപോലെ തന്നെ ക്രോം ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആ ഒരു ക്യാരക്ടർ ലൈൻ വന്നിട്ട് ടെയിൽ ലൈറ്റിൻ്റെ അതേ ആ ഒരു വശത്തേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ടെയിൽ ലൈറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ LED ആൻഡ് ഹാലോജനും കൂടെ വന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. നല്ലൊരു ബ്രേക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ബാക്കിലുള്ള ആൾക്കാർ കാണുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവായ രീതിയിലാണ് ഇതിൻ്റെ ഒരു ടെയിൽ ലാമ്പൊക്കെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവിടെ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ആ ഉള്ളിലുള്ള ഒരു ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ അധികം മനോഹരമായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് വലത് സൈഡിൽ ആസ്ത അതുപോലെ തന്നെ CRDI എന്ന് എഴുതിയിട്ടുള്ള ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ബമ്പറിൻ്റെ ബാക്ക് ബമ്പറിൻ്റെ താഴെ ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു റിഫ്ലക്ടറും അതിന് തൊട്ടടുത്തായിട്ട് ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുള്ള ആ ഒരു റിവേഴ്സ് ലാമ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ റിഫ്ലക്ടർ മാത്രമേ ഉള്ളൂ, അവിടെ ഒരു റിവേഴ്സ് ലാമ്പും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമ്മളെ ഈ ഒരു കാറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് സെൻറ്റർ ഭാഗത്തായിട്ട് ചെറിയ രീതിയിൽ ഒരു റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സെൻറ്ററിൽ നിന്നും നമ്മളെ ഈ ഒരു ബ്രാൻഡിൻ്റെ എംബ്ലം കാര്യങ്ങളൊക്കെ കൊടുത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മോഡലിൽ ബാക്കിൽ വൈപ്പർ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് മൊത്തത്തിലുള്ള ആ ഒരു ലുക്ക് എന്നൊക്കെ പറയുന്നത് 2015 മറ്റുള്ള ഹാച്ച് ബാക്കുകളൊക്കെ വെച്ച് നോക്കുമ്പം ഇതിൻ്റെ ആ ഒരു എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെയാണ് ഇൻറ്റീരിയർ ലുക്കും. ഇൻറ്റീരിയർ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. പിന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിലായിട്ട് i20 എന്ന് എഴുതിയിട്ടുള്ള ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ബമ്പറിലൂടെ പോയിട്ടുള്ള ഒരു ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊക്കെ വളരെയധികം മനോഹരമായ രീതിയിലാണ് കമ്പനി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് വണ്ടീൻ്റെ അകത്ത് പോയിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കാറിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരിക്കുന്ന സമയത്ത് സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിങ്ങിൽ ഉപയോഗിച്ചിട്ടുള്ള ലെതറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു പ്രീമിയം കാറുകളിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ആ ഒരു ലെതറും കാര്യങ്ങളൊക്കെയാണ് Hyundai i20 എന്ന് പറയുന്ന ഈ ഒരു മോഡലിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൽ ഒരുപാട് കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എയർ ബാഗ് കൊടുത്തായി കാണാൻ പറ്റും. സ്റ്റിയറിങ്ങിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മളെ ഈ ഒരു Hyundaiൻ്റെ ബ്രാൻഡ് ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് നമ്മളെ ഒരു മീറ്ററിലുള്ള ഒരു ഡിസ്പ്ലേ ഉണ്ട്, അതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ സ്റ്റിയറിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറയുമ്പം സ്റ്റിയറിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിവറും കാര്യങ്ങളും സ്റ്റിയറിങ്ങിൻ്റെ താഴെ ഭാഗത്തായിട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അവിടെയാണ് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ നമ്മളെ ഈ ഒരു ഹെഡ്ലൈറ്റ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ലിവർ കാണാൻ പറ്റുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ വൈപ്പർ, റയർ വൈപ്പർ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും അത് ഓൺ ആൻഡ് ഓഫ് ആക്കാനൊക്കെ ഉള്ള ഒരു ലിവറും കാര്യങ്ങളൊക്കെ കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഫ്രണ്ടിലേക്ക്
ഫ്രണ്ടിലേക്കുള്ള ഒരു ലുക്ക് എന്നൊക്കെ പറയുന്നത് വളരെയധികം മാരക ലുക്കാണ്. പിന്നെ ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. എൻജിൻ ഓഫ് എന്ന് പറയുന്നത് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. കീ നമ്മൾ ജസ്റ്റ് ഒന്ന് കാറിൽ ഉണ്ടായാൽ മാത്രം മതി. പിന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ ഒരു എൻജിൻ ബട്ടൺ ഓൺ ആക്കുന്ന സമയത്ത് നമ്മൾ മീറ്ററിൽ Hyundai വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ മീറ്റർ ഓണായി വരുന്നത്. മീറ്റർ ഓണായി കഴിഞ്ഞാൽ നമ്മൾ മീറ്ററിലെ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് LED കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത്യാവശ്യം ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മീറ്ററും കാര്യങ്ങളൊക്കെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു അനലോഗ് ടാക്കോമീറ്ററാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സെൻട്രലൊക്കെ ആയിട്ടാണ് ബാക്കിയുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും ഉള്ളത്. സെൻട്രലായിട്ട് ഒരു അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലുള്ള ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മീറ്ററിൽ. പിന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മളെ സ്പീഡ് മീറ്ററും മറ്റും വന്നിട്ടുള്ളത്. ഈ ഒരു ഡിജിറ്റൽ മീറ്ററിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സ്റ്റിയറിങ്ങിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓരോരോ മെനൂസ് കാര്യങ്ങളും മാറ്റാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ ഒരു മീറ്ററിൽ വന്നിട്ടുള്ളത് സർവീസ് റേഞ്ചിന് അടുത്ത സർവീസ് എപ്പോഴാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡോറ്, അതുപോലെ തന്നെ ഡോറിൻ്റെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ലോക്ക് ഓൺ ആക്കുന്നത് ഓഫ് ആക്കുന്നതൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റിയറിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു ഫ്ലാഷിങ് നമ്മൾ ജസ്റ്റ് വൺ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കൗണ്ട് ഇൻഡിക്കേറ്റർ ഓൺ ആൻഡ് ഓഫ് ആവണം എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിയറിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ വളരെയധികം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ 2 ട്രിപ്പ് മീറ്റേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എത്ര സമയമാണ് ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് അവസാനമായിട്ട് എടുത്തത്, അതുപോലെ തന്നെ ട്രിപ്പ് മീറ്റർ 2 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര ടൈം, കറക്റ്റ് കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ സെൻട്രലോട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലുള്ള ഒരു സ്റ്റീരിയോ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റീരിയോൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് കുറച്ച് ചെറുതായിട്ട് തോന്നി, എന്നാലും ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ താഴ്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീരിയോയിലേക്കുള്ള ഓക്സ്, അതുപോലെ തന്നെ USB പോർട്ടും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാനുള്ളത് കാണാൻ പറ്റും. അതുപോലെ തന്നെ 2 ചാർജിങ് ഔട്ട്പുട്ടുകളും അവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ ഒരു കാറിൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ സൈഡിലുള്ള ഡോറിലേക്ക് നോക്കുമ്പോൾ ഡോറിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്പീക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തേ കാണാൻ പറ്റും. ഇതെല്ലാ ഡോറിലും സ്പീക്കർ അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു കാറിൽ വന്നിട്ടുള്ളത്. പിന്നെ ഡോറിൻ്റെ താഴ്ഭാഗത്തേക്കായി നോക്കുമ്പോൾ ബോട്ടിൽ ഹോൾഡർ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഡോറിൻ്റെ ഹാൻഡിലിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ക്രോം ഫിനിഷിങ്ങിലൊന്നല്ല കൊടുത്തത്, എന്നാലും നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ഡിസൈനിലാണ് കമ്പനി ഈ ഒരു ഡോർ ഹാൻഡിലും ഡോറിലുള്ള ആ ഒരു പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കാറിൻ്റെ ടോട്ടൽ എല്ലാ വിൻഡോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. നമുക്ക് മിറർ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇലക്ട്രിക്കലായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഡോർ ഹാൻഡിലിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വളരെയധികം നല്ല ക്വാളിറ്റിയുള്ള ഒരു രീതിയിലാണ് പ്ലാസ്റ്റിക്സ് ഒക്കെ കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ മിററിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് നൈറ്റിലൊക്കെ കണ്ണിലേക്ക് നിന്നും ലൈറ്റ് അടിക്കാതിരിക്കാനുള്ള രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മിററും കാര്യങ്ങളൊക്കെയാണ് കമ്പനി ഈ ഒരു കാറിൽ നൽകിയിട്ടുള്ളത്. പിന്നെ നമ്മൾ സൺഷെയ്ഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഡ്രൈവർ സൈഡിൽ മിററും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ സെൻട്രലോട്ട് മുകളിലായിട്ട് സെൻട്രലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നമ്മളെ സൺഗ്ലാസ് വെക്കാനുള്ള ഒരു ഹോൾഡർ കാണാം. പിന്നെ നമുക്ക് നല്ല വിസിബിലിറ്റി ഉള്ള ഒരു റീഡിംഗ് ലാബും കാര്യങ്ങളൊക്കെ കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ സെൻറ്ററിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള സൺഷെയ്ഡ് നോക്കുമ്പോൾ നല്ലൊരു മിററും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡാഷ്ബോർഡിൻ്റെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് എന്ന് പറയുമ്പം 2015 മറ്റുള്ള ഇതേ സെഗ്മെൻറ്റിൽ വരുന്ന കാറുകളെ സംബന്ധിച്ച് നല്ലൊരു ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സെൻറ്ററിൽ താഴ്ഭാഗത്തേക്കായിട്ട് വരുമ്പോൾ ഡാഷ്ബോർഡിൻ്റെ നേരെ താഴ്ഭാഗത്തായിട്ട് സെൻറ്ററിൽ വരുമ്പോൾ നമ്മളെ AC ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളുള്ള ACയും കാര്യങ്ങളൊക്കെ കൊടുത്തേ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഗിയർ ലിവറിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ പുതിയ രീതിയിലൊക്കെ വരുന്ന രീതിയിലുള്ള ആ ഒരു റിവേഴ്സൊക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഗിയർ ലിവറിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഗിയർ ലിവറിൻ്റെ നേരെ താഴ്ഭാഗത്തായിട്ടും 2 കളർ ബ്ലാക്കിൽ ചെറിയൊരു ഷെയ്ഡ് കൊടുത്തിട്ടുള്ള രീതിയിലാണ് നമ്മളെ ഗിയർ ലിവറിൻ്റെ അവിടെയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഹാൻഡ് ബ്രേക്ക് സാധാരണ നോർമലി എല്ലാ വണ്ടിയിലും വരുന്ന രീതിയിലുള്ളൊരു നോർമൽ ഹാൻഡ് ബ്രേക്കാണ്. സെൻട്രലായിട്ട് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. അതിന് നേരെ സീറ്റിൻ്റെ സെൻട്രലായിട്ട് തന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കാറിൻ്റെ ഗ്ലോ ബോക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കൂൾഡ് ഗ്ലോ ബോക്സ് ആണ്. അതുപോലെ തന്നെ ഇതിൽ ലൈറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സ്പേസ് ഉള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് കമ്പനി ഈ ഒരു കാറിൽ നൽകിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ഡോറിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലുള്ള അതേപോലത്തെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും അതേപോലത്തെ ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ സീറ്റിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു കാറിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ക്ലീനിങ്ങിന് കൊടുക്കാനുള്ളതാണ്. ചെറിയ രീതിയിൽ
കറൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള സീറ്റുകളൊക്കെയാണ് കമ്പനി ഈ ഒരു കാറിൽ നൽകിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ബാക്ക് സീറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ കാറിലോട്ട് ബാക്കിൽ നിന്നും കയറിയിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഹാച്ച് ബാക്ക് കാറുകളെ സംബന്ധിച്ച് 2015 വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ലെഗ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റാണ് കമ്പനി ഈ ഒരു കാറിൽ നൽകിയിട്ടുള്ളത്. സാധാരണ മറ്റ് കാറുകളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്റർ ഭാഗത്തായിട്ട് ബാക്ക് സീറ്റിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ലെഗ് സ്പേസ് കുറച്ച് കുറവ് വരാറുണ്ട്. പക്ഷേ ഈ ഒരു കാറിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ കറക്റ്റ് ഇരിക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്നും സീറ്റ് കുറച്ചുകൂടെ ബാക്കോട്ട് വേണമെങ്കിൽ ഇടാനുണ്ട്. അങ്ങനെ ഇടുകയാണെങ്കിൽ കൂടി എനിക്ക് നല്ല രീതിയിൽ നല്ല സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ ലെഗ് സ്പേസ് വന്നിട്ടുള്ളത്. ബാക്ക് ഡോറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിലെ അതേപോലത്തെ ഒരു ഡിസൈനിൽ തന്നെയാണ് ബാക്കത്തെ ഡോറും കാര്യങ്ങളും വന്നിട്ടുള്ളത്. ഇതിലും ഒരു സ്പീക്കറും കാര്യങ്ങളൊക്കെ ഇൻബിൽട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ബോട്ടിൽ ഹോൾഡറും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു കാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പ്രീമിയം കാർസിലൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള റയർ AC വെൻസും ഈ ഒരു കാറിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് രണ്ട് രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ സീറ്റിൻ്റെ ബാക്കിൽ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത് ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിലില്ല. നമ്മളെ പാസഞ്ചർ സീറ്റിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ചെറിയൊരു പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ അഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള അഡ്രസ്റ്റ് ആണ് ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത്. ഫ്രണ്ടിലെ സീറ്റുകളുടെ അഡ്രസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ റയർ സീറ്റിൻ്റെ ഹെഡ്രസ്റ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് കമ്പനി നമുക്ക് ഈ ഒരു കാറ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നമുക്ക് ലഗേജൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു കാറിൽ കമ്പനി നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബൂട്ട് പുറത്തുനിന്ന് ഓപ്പൺ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ബട്ടൺ ചെറുതായിട്ട് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ സ്പേസ് ജസ്റ്റ് ഉള്ളിൽ നിന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇങ്ങനത്തെ ഒരു ഹാച്ച് ബാക്ക് കാറുകളെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെയാണ്, ബൂട്ട് സ്പേസ് തന്നെയാണ് കമ്പനി ഈ ഒരു കാറിൽ നൽകിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ ബാക്കിൽ നിന്നും ഇരുന്ന് ഫ്രണ്ടിലോട്ട് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സ്പോർട്ട്നെസ്സും പിന്നെ കുറച്ച് ലക്ഷറി ഫീലിംഗും കൂടെ തരുന്ന രീതിയിലാണ് നമ്മളെ ഈ ഒരു കാറിൻ്റെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയിട്ടുള്ളത്. നമ്മൾ ഈ ഒരു കാറിൻ്റെ ഫ്രണ്ടിൽ നിന്നും അകത്തേക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു ലക്ഷറി ഒക്കെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും പാറ്റേൺസും ഒക്കെയാണ് കമ്പനി ഈ ഒരു കാറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ളൊരു നോർമൽ കാർ അല്ലെങ്കിൽ ബജറ്റ് വെച്ച് നോക്കുമ്പോഴും അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ചിലുള്ള ഒരു കാറാണ് ഈ ഒരു i20 എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കാറിൽ കയറിയിരിക്കുന്ന സമയത്ത് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് പൊസിഷനാണ് ഈ ഒരു കാറിൽ ഉള്ളത്. ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ നോക്കുമ്പം അത്യാവശ്യം നല്ലൊരു പൊസിഷനാണ് നമ്മളെ ഈ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു വണ്ടിൻ്റെ എൻജിൻ പവറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1400 cc എൻജിനാണ് വന്നിട്ടുള്ളത്. 88 bhp പവറാണ് ഈ ഒരു കാറിൻ്റെ എൻജിൻ ഔട്ട്പുട്ട് നൽകുന്നത്. നല്ല രീതിയിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഗിയറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിയർ 3rd ഗിയറും 4th ഗിയറും ഷിഫ്റ്റിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പഴയ i20 വെച്ചിട്ടുള്ള നോക്കുമ്പോൾ കുറച്ച് സമയം കുറച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു i20 എന്ന് പറയുന്നത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിച്ചൊരു വണ്ടിയാണ്. അപ്പം i20ൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ നല്ലൊരു റിസൾട്ടാണ്. അതുപോലെ തന്നെ ഹാൻഡ്ലിങ്ങും കാര്യങ്ങളൊക്കെ പഴയ ഒരു i20 വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ മികച്ചതായിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷനിലൊക്കെ വരുത്തിയിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടൊക്കെ ആവാം. പിന്നെ ഈ ഒരു കാറ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും കമ്പാരിസൺ വരുന്നത് പോളോ ആയിട്ടാണ്. പോളോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആരൊക്കെയാണ് ഈ ഒരു കാറ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളോൻ്റെ ആ ഒരു വണ്ടി ഓടിക്കാനുള്ള ഒരു സുഖം എന്ന് പറയുന്നത് അത് i20യിലും എനിക്ക് ഏകദേശം അതേപോലെ തോന്നിയിട്ടുണ്ട്. അപ്പം പ്രധാനമായിട്ടും നമ്മൾ പോളോ ആയിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസും അതിൻ്റെ ഒരു മെയിൻ്റനൻസും ആണ് കമ്പയർ ചെയ്യേണ്ടത്. പോളോന് പൊതുവെ മെയിൻ്റനൻസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം മെയിൻ്റനൻസ് നോക്കുമ്പോൾ നല്ലൊരു മെയിൻ്റനൻസ് കുറവുള്ള ഒരു വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ടത് i20 തന്നെയാണ്. പിന്നെ മൈലേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലുള്ള ഒരു മൈലേജാണ്. ഒരു 22 ഒരു 22 അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 18 റേഞ്ചിലെങ്കിലും ഈ ഒരു i20 ഡീസലിന് കിട്ടുന്നുണ്ട്. പിന്നെ വേറെയുള്ള വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബലേനോ അല്ലെങ്കിൽ സ്വിഫ്റ്റൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സേഫ്റ്റീൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ മുന്നോട്ട് നിൽക്കുന്നത് i20 ആയിരിക്കും. മൈലേജിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മളെ ബലേനോ അല്ലെങ്കിൽ സ്വിഫ്റ്റൊക്കെ ഇതിനേക്കാളും കുറച്ചും കൂടെ മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിലും ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.